നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല, കൊല്ലത്തിരുന്നു കൊണ്ടാണ് പണിയെങ്കിൽ ഇങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും കിട്ടുമെന്നതിന്റെ തെളിവാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലെയും ഒരു വാർത്ത. മറ്റൊന്നുമല്ല, മന്ത്രി കെ ഗണേഷ് കുമാറിന്റെ ചിത്രം ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും വലിയ ആക്രോശം നടക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നല്ലേ, 2-3 മാസം മുൻപ് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പുറത്തിറങ്ങുന്ന എല്ലാ സ്ത്രീകളും കുട്ടികളുടെയും കൈകളിലും ഒരു ചിത്രം നൽകിയിരുന്നു. ആ ചിത്രം ഒരു കോഴിയുടേതാണ്. ആ കോഴിയുടെ തലയല്ല, മറിച്ച് രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാട് MLA തലയായിരുന്നു, ആ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കോഴിയെ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും വലിയ രീതിയിൽ പ്രചരണം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കാലം മാറി, സമയം മാറി, അധികം വൈകാതെ തന്നെ അതേ തലയുടെ സ്ഥാനത്ത് മറ്റൊരു മന്ത്രിയുടെ തല കൂടി വെക്കേണ്ട ഒരു അവസരം കോൺഗ്രസിന് വീണ് കിട്ടിയിരിക്കുകയാണ്. കിട്ടിയ അവസരം ഒരു കാരണവശാലും പാഴാക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി കോൺഗ്രസ് കളി തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് തുടങ്ങിയിരിക്കുന്ന ഈ കളിയിൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അടിതെറ്റില്ല എന്ന് വ്യക്തമാവുകയാണ്. രാഹുൽ കൊടുത്ത അതേ ഊർജം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ഗണേഷ് കുമാറിനെ ഈ രീതിയിൽ അല്ലാതെ പിന്നെ ഏത് രീതിയിൽ നാറ്റിക്കാമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ എല്ലാ KSRTC ബസ്സുകളുടെയും ഒരു പരസ്യം എന്ന് പറയുന്നത് ഞങ്ങളുണ്ട്, LDF സർക്കാർ അല്ലാതെ പിന്നെ ആര് എന്ന ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പരസ്യങ്ങളാണ് എമ്പാടും കാണാൻ സാധിക്കുന്നത്. ഈ പരസ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് സ്ഥാനത്ത് ഈ കോഴിയുടെ തലയ്ക്ക് പകരം ഗണേഷ് കുമാറിന്റെ തലയൊട്ടിച്ച ചിത്രങ്ങൾ തമ്പാനൂർ മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള KSRTC ഡിപ്പോകളിൽ ഒട്ടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ തമ്പാനൂരിൽ ഈ ഒരു സംഭവ വികാസം അരങ്ങേറിയിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ എല്ലാ ബസ്സുകളിലും കോഴിയുടെയും അതുപോലെ തന്നെ ഗണേഷ് കുമാറിന്റെയും ചിത്രം ഒട്ടിച്ചു വെച്ചത്. ഈ ഗണേഷ് കുമാർ അല്ലെങ്കിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ രാജി അല്ലാതെ മറ്റൊന്നില്ല എന്നുള്ള ആവേശം തന്നെയാണ്, അല്ലെങ്കിൽ ആവശ്യം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞു തീർക്കുകയാണെങ്കിൽ ഈ മന്ത്രി കസേര കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കസേരയല്ല, മറിച്ച് അതൊരു ഭരണഘടനാപരമായി അങ്ങ് അധികാരത്തിലേറ്റത് ജനങ്ങൾ തന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എന്ന് മറക്കാതിരിക്കുക. അപ്പോൾ പിന്നെ ആ കസേരയിൽ കയറി ഇരുന്നു കൊണ്ട് കാണിക്കാൻ കൊള്ളരുതാത്ത കാര്യങ്ങൾ ആര് കാണിച്ചാലും, അതിന് കോൺഗ്രസ്സുകാരനായാലും CPM-കാരനായാലും BJP-കാരനായാലും ഇനി ആര് കാണിച്ചാലും ശരി, അത് അത്ര നല്ല കാര്യമല്ല. അത് രാജിവെച്ച് പുറത്തു പോവുക തന്നെ വേണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രധാന ആവശ്യം. എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോൾ പലരും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രവുമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ സ്ത്രീ വിഷയം ഉണ്ടാകുമ്പോൾ അതിജീവിതമാരെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് ഇടതുപക്ഷ സ്ത്രീ ശക്തികൾ വരികയും വാക്കുകൾ കൊണ്ട് അവർ അമ്മാനമാടുകയും കടിച്ചാപ്പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ആരുമേ വന്നിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ്. ഇനി അടുത്തത് വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്നലെ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് ബിന്ദു രംഗത്ത് വന്നിരുന്നു. ഇനി അടുത്ത് വരാൻ പോകുന്നത് ബിന്ദുവിനെ കൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളെ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് കേസ് കൊടുക്കുക എന്നുള്ളതാണ്. തങ്ങളുടെ കുടുംബ പ്രശ്നത്തെ ഇങ്ങനെ വലിച്ചിഴക്കുന്നതിന് അവർക്കെതിരെ കേസ് കൊടുക്കുന്ന രീതിയിലേക്ക് കൂടി സംഗതി വന്നു കഴിയുമ്പോൾ പിന്നെ ഈ സംഗതി ക്ലോസ് ആകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കോൺഗ്രസ് പഴയ KSU അല്ല എന്ന് ഇപ്പോൾ വ്യക്തമാവുന്നു. അവർക്കൊരു ആവേശമൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇത്രയും നാളത്തെ ദേഷ്യവും വേദനയും വിഷമവും എല്ലാം കൂടി കെട്ടഴിച്ചു വെക്കാൻ കിട്ടിയ ഒരു അവസരം വെറുതെ കളയുകയല്ല. രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ വേദനിച്ച ആ വേദനയിൽ പല കോൺഗ്രസ് പ്രവർത്തകരും അണികളും ഒക്കെ തന്നെ വേദനിച്ചിരുന്നു. എന്തായാലും ആ വേദനകളൊക്കെ തന്നെ ഇവിടുത്തെ ഈ ഗണേഷ് കുമാറിന്റെ നെഞ്ചത്തേക്ക് തീർത്തുകയാണ് എന്ന് വ്യക്തമാവുകയാണ്.